നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. ആർട്ടിക്കിൾ 370 4-5 കുടുംബങ്ങളുടെ മാത്രം അജണ്ടയായിരുന്നുവെന്നും അത് രാജ്യത്തെയോ കാശ്മീരിലെയോ ജനങ്ങളുടെ അജണ്ട ആയിരുന്നില്ലെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി അവരുടെ നേട്ടത്തിനായി 370 എന്ന മതിൽ നിർമ്മിച്ചു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കാശ്മീരിലെ സഹോദരന്മാർ ആവേശത്തോടെ വോട്ട് ചെയ്യാൻ മുന്നിട്ടിറങ്ങി. വോട്ടർമാരുടെ ആവേശകരമായ പങ്കാളിത്തം ലോകത്തിന് സംശയമുള്ളവർക്കുമുള്ള സന്ദേശമാണെന്നും ANIക്ക് നൽകിയ പ്രത്യേക അഭിമുഖത്തിൽ പ്രധാനമന്ത്രി പറഞ്ഞു. 370 നീക്കം ചെയ്തതിനു ശേഷം കാശ്മീരിലെ ജനങ്ങൾക്കിടയിൽ കൂടുതൽ ഐക്യമുണ്ടായി എന്നത് ഇന്ന് സത്യമായി മാറിയിരിക്കുന്നു. ഇതിന്റെ നേരിട്ടുള്ള ഫലം തെരഞ്ഞെടുപ്പ്, ടൂറിസം എന്നിവയിലും കാണാനാകും. G20 ഉച്ചകോടിയുമായി ബന്ധപ്പെട്ട പരിപാടികളിൽ പ്രതിനിധികളെ കാശ്മീരിലെ ജനങ്ങൾ ഊഷ്മളമായി സ്വീകരിച്ചു. സർക്കാരിന്റെ തീരുമാനങ്ങൾ എല്ലായ്പ്പോഴും നല്ല ലക്ഷ്യത്തിന് വേണ്ടിയാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. സർക്കാർ ചെയ്യേണ്ട കാര്യങ്ങൾ നടപ്പാക്കുന്നതിന് ഒരു രീതിയും നയവും ഉണ്ടെന്ന് രാജ്യത്തെ നീതിന്യായ വ്യവസ്ഥയോട് ഞാൻ അഭ്യർത്ഥിക്കുന്നു. ആ ജോലി ചെയ്യാനുള്ള പൂർണ്ണ അധികാരം സർക്കാരിനുണ്ടാകുമെന്നും അദ്ദേഹം പറഞ്ഞു. പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് അതിനനുസരിച്ച് പ്രവർത്തിക്കേണ്ടതുണ്ട്. എന്നാൽ ചില NGOകൾ കോടതിയിലേക്ക് പോയി അത് വലിയ പ്രശ്നമായി മാറ്റുന്നു. എന്നാൽ കഴിഞ്ഞ 5 വർഷമായി ഇന്റർനെറ്റ് തടഞ്ഞിട്ടില്ലെന്ന് കാശ്മീരിലെ കുട്ടികൾ അഭിമാനത്തോടെ പറയുന്നു. അവർക്ക് എല്ലാ സൗകര്യങ്ങളും ലഭിക്കുന്നു. പക്ഷേ ഇതൊരു നല്ല കാര്യത്തിനായിരുന്നു. അത്തരം NGOകളിൽ നിന്ന് രാജ്യത്തെ രക്ഷിക്കേണ്ടത് വളരെ പ്രധാനമാണെന്നും മോദി പറഞ്ഞു. സാധാരണക്കാരൻ അവിടെ വോട്ട് ചെയ്യുമ്പോൾ അത് ആരെങ്കിലും വിജയിപ്പിക്കാൻ മാത്രമല്ല, ഭാരത ഭരണഘടനയെ അംഗീകരിക്കുന്നതിനും ഭാരതത്തിന്റെ മുഴുവൻ ആത്മാവിനോടുള്ള തന്റെ അർപ്പണബോധം പ്രകടിപ്പിക്കുന്നതിനും വേണ്ടിയാണ്. അതിന്റെ ഫലമായി 40 വർഷത്തിനിടയിൽ ഏറ്റവും വലിയ പോളിംഗ് കാശ്മീരിലുണ്ടായി. അത് ലോകത്തിനും സംശയമുള്ളവർക്കുമുള്ള സന്ദേശമാണ്. കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ പ്രവർത്തനത്തിൽ ഇടപെട്ടെന്ന ആരോപണത്തിന് പ്രതിപക്ഷത്തിന്റെ പക്കൽ തെളിവുണ്ടോ എന്ന് പ്രധാനമന്ത്രി ചോദിച്ചു. അന്വേഷണ ഏജൻസികളുടെ പ്രവർത്തനത്തിൽ സർക്കാർ ഇടപെടുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ആരാണ് ജയിലിൽ പോകേണ്ടതെന്ന് തീരുമാനിക്കുന്നത് പ്രധാനമന്ത്രി മോദിയാണെന്ന ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ ആരോപണത്തെക്കുറിച്ചുള്ള ചോദ്യത്തിന് ഈ ആളുകൾ ഭരണഘടന വായിക്കുകയും രാജ്യത്തെ നിയമം വായിക്കുകയും ചെയ്യുന്നതാണ് നല്ലത്. ഞാൻ ഒന്നും പറയേണ്ടതില്ലെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. സർക്കാരിന് അഴിമതിയോട് ഒട്ടും സഹിഷ്ണുതയില്ലെന്നും ഈ ആളുകൾ മനസ്സിലാക്കുന്നത് നല്ലതാണെന്നും പറഞ്ഞു. കഴിഞ്ഞ 24 വർഷമായി തുടർച്ചയായി നേരിട്ട ആക്ഷേപങ്ങൾ എനിക്ക് ബുള്ളറ്റ് പ്രൂഫായി മാറി. മൻമോഹൻ സിംഗിന്റെ 10 വർഷത്തിൽ വെറും 34 ലക്ഷം രൂപ മാത്രമാണ് ED പിടിച്ചെടുത്തത്. എന്നാൽ കഴിഞ്ഞ 10 വർഷം ED 2200 കോടി രൂപയാണ് പിടിച്ചെടുത്തതെന്നും മോദി പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, ജന്മഭൂമി.